എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ ഗ്ലാസ്സിൽ എഴുതിയത് കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കാണ്. ബൊറൂട്ടോ ചോദിക്കും, ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? ഡെങ്കി അവനിപ്പോ എവിടെയായിരിക്കും? അവൻ സേഫ് ആയിരിക്കോ? അപ്പോഴായിരിക്കും കാഗുറ പറയാ, അത് സുറാജിയാണ്, അവൻ മാത്രമേ അത് ചെയ്യൂ. ഈ ഗ്രാമത്തിലേക്ക് ടൂറിസ്റ്റുകൾ ആരും വരുന്നത് അവൻ ഒട്ടും ഇഷ്ടമല്ല. സോ അവൻ തന്നെയായിരിക്കും ഇതിന്റെ പിന്നില്. അവൻ ആക്ച്വലി എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. മറ്റ് വില്ലേജിലുള്ളവർ ഇവിടെ വരുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. സോ അവൻ തന്നെയാണ് ഇത് ചെയ്തത്. കാഗുറ പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ചോച്ചിറെ ഇത് അറിയിച്ചാലോ? എന്താ സംഭവിച്ചെന്ന് അദ്ദേഹം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിനെ തിരികെ എത്തിച്ചേരും. അതിന് ബൊറൂട്ടോ പറയും, വേണ്ട വേണ്ട, മണ്ടത്തരം പറയാതെ. ചോച്ചിറ അറിഞ്ഞ ഉറപ്പായിട്ടും ഈ ഒരു ട്രിപ്പ് അതുപോലും ക്യാൻസൽ ചെയ്ത് കളയും. സോ ആളറിയാതെ വേണം എത്രയും പെട്ടെന്ന് നമുക്ക് ഡെങ്കിയെ തിരികെ പിടിക്കാൻ. അതിന് മീറ്റ്സിയ, കാഗുറ, നിങ്ങൾക്ക് ആക്ച്വലി നല്ല പവറില്ലേ, എന്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് അവനെ കണ്ടെത്തിക്കൂടാ? അത് കേട്ട് വേറെ വഴിയില്ലാതെ കാഗുറയും ഓക്കെ പറയും. കട്ട് ചെയ്താ ഇവിടെ ഡെങ്കിയെ അവര് പിടിച്ച് വലിച്ച് എവിടേക്കോ കൊണ്ടുപോവാണ്. ഉടനെ കറക്റ്റ് ടൈമില് നമ്മുടെ ആൾക്കാർ അവിടേക്ക് എത്തും. ബൊറൂട്ടോ ആണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ പറയും, മര്യാദയ്ക്ക് ഡെങ്കിയെ വിട്ടതാ, അല്ലെങ്കിൽ നീ വിവരം അറിയും. അതിനാ ഹാച്ചിയോ, നിന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അല്ലേ ലീഫ് വില്ലേജിലെ ഹൊക്കാഗയുടെ മകൻ ബൊറൂട്ടോ, നീ ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിന്റെ ഫ്രണ്ടിന് ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ഞങ്ങൾ വിട്ടുതരാം. ഉടനെ കാഗുറ അവൻ ടെൻഷനായിട്ട് ചോദിക്കും, ഹാച്ചിയോ നീ എന്തായി ചെയ്യണേ? അവർ ആക്ച്വലി നമ്മുടെ വിസിറ്റേഴ്സ് ആണ്. അതിന് ഹാച്ചിറോ, കാഗുറ നിനക്ക് നാണമില്ലേ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ? അവർ ആക്ച്വലി നമ്മുടെ എനിമീസ് ആണ്. നീയും ഞങ്ങളോടൊപ്പം വന്ന് ചേര്. ഇവാബെ പറയും, ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, ഇവർക്ക് മര്യാദയുടെ ഭാഷ അറിയില്ല. അതിനാ വില്ലൻ പറയും, അതെ, ഹിഡൻ മിസ്റ്റ് വില്ലേജിന്റെ പവർ അതെന്താണെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് എന്തോ ഒരു ജിപ്സു അവർ റിലീസ് ചെയ്യും. അവൻ ക്രിംസൺ ജിപ്സ് ബാരിയർ ജിപ്സു അത് ക്രിയേറ്റ് ചെയ്ത് അവിടെ മുഴുവൻ ഫോഗ് കൊണ്ട് ഫില്ല് ചെയ്യും. ആകുറയാണെങ്കിൽ അത് കണ്ട് ഡബിൾ ഷോക്കായി അങ്ങനെ പകച്ചു നിൽക്കും. ആ വില്ലൻ പറയും, ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. ഈ ജിപ്സുയിൽ കിടന്ന് നിങ്ങള് വില്ലേജിന്റെ പവർ എന്താണെന്ന് അനുഭവിക്കാൻ പോവാണ്. മെയ്റ്റ്സിയേക്കാണെങ്കിൽ അത് കണ്ട് ചിരി വരും. ബൊറൂട്ടോ, ഇനി പേടിക്കാനില്ല. ഈ ഒരു ജിപ്സു അവരുപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നതൊന്നും ആരും അറിയില്ല. ഇവിടെ വെച്ച് ഇവരുടെ കഥ കഴിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരും ഇപ്പൊ ഫുൾ പവറിൽ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ അടുത്ത സെക്കൻഡ് ഇപ്പൊ ഹാച്ചിയോയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അവർക്ക് പിന്നാലെ ഷിക്കഡ, ഈനോജിൻ, മീറ്റ്സിയ, അങ്ങനെ എല്ലാവരും ഇപ്പൊ വില്ലന്മാരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും. ഷിക്കഡായ ആണെങ്കിൽ ഓരോരുത്തരെയും തൂക്കിയെറിയും. ഇവിടെ ബൊറൂട്ടോ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അച്ചരം പൊച്ചറം ഇടിക്കും. വില്ലന്മാരാണെങ്കിൽ കാഗുറയെ പോലും അറഞ്ചം പൊറഞ്ച അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട് കാഗുറ അവനവന്റെ സ്ക്വാഡ് എടുത്ത് അങ്ങനെ ആ വില്ലന്മാരെ ഓരോരുത്തരെയായി വെട്ടി വീശും. ഉടനെ ഹാച്ചിയോ അവനിപ്പോ കാഗുറയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം ഹാച്ചിയോ ഇപ്പൊ കാഗുറയെ കളിയാക്കാൻ തുടങ്ങും. അവൻ ബൊറൂട്ടോട് പറയും, നിനക്ക് ഈ കാഗുറയെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അവൻ സ്ക്വാഡ് പുറത്തെടുത്ത എല്ലാവരെയും തകർത്ത് കളയും. രക്തം കാണുന്നത് അവനൊരു ആവേശമാണ്. അതുമാത്രമല്ല, ഫോർത്ത് മിസുകാഗയുടെ പേരക്കുട്ടിയാണിവൻ, സാക്ഷാൽ കാഗുറ. അതിന് കാഗുറ അവൻ ദേഷ്യപ്പെട്ടു പറയും, ഞാൻ ആരുടെയും പേരക്കുട്ടിയല്ല, ആരെപ്പോലെ ആവാൻ എനിക്ക് താല്പര്യമില്ല. ആ വില്ലൻ പറയും, അതെ, നിനക്ക് നിന്റെ ഗ്രാൻഡ് പേയുടെ 7 അയലത്തെത്താൻ യാതൊരു യോഗ്യതയുമില്ല. നീ ശരിക്കും ഒരു വേസ്റ്റ് ആണ്. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കേട്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അവനാണെങ്കിൽ സ്ട്രിങ്സ് ഉപയോഗിച്ച് കാഗുറയുടെ കാലിൽ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. മറ്റൊരു ഭാഗത്ത് വേറൊരുത്തൻ ഇപ്പൊ ബൊറൂട്ടോയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. അത് കണ്ട് കാഗുറ ബൊറൂട്ടോ രക്ഷിക്കാൻ അവിടേക്ക് ഓടും. പക്ഷെ യാച്ചിയോ അവനൊരു സ്ക്വാഡ് എടുത്ത് വീശി കാഗുറയെ ബ്ലോക്ക് ചെയ്യും. ഒരുപാട് നേരം അങ്ങനെ നിന്ന കാഗുറ അവനാണെങ്കിൽ ഇപ്പൊ ശ്വാസം എടുത്ത് വിടാൻ തുടങ്ങും. കാഗുറയുടെ കൺട്രോൾ പോയി അവനവന്റെ സ്ക്വാഡ് വെച്ച് ഒരൊറ്റ വീശ്. അതില് ഹാച്ചിയോ അവനങ്ങനെ തെറിച്ചു പോയി അട്ടിച്ചു വീഴും. പിന്നെ അവന് യാതൊരു അനക്കം ഉണ്ടാവില്ല. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ശിങ്കടികള് അത് കണ്ട് പേടിച്ചോടും. അടുത്ത സെക്കൻഡ് ആ ഹിഡൻ മിസ്റ്റ് ജിപ്സു അതങ്ങനെ ബ്രേക്ക് ആവും. വില്ലന്മാരെ എല്ലാവരെയും തോൽപ്പിച്ച് നമ്മുടെ ആൾക്കാര് അവര് ഡെങ്കിയുമായി ഇപ്പൊ തിരികെ റൂമിലേക്ക് എത്തും. റൂമിലെത്തി ഇപ്പൊ ബൊറൂട്ടോ അവൻ കൺഫ്യൂസ്ഡ് ആയി കാഗുറയോട് ചോദിക്കും, സത്യം പറയ്, നീ ആക്ച്വലി യാഗുറയുടെ പേരക്കുട്ടിയാണോ? അതിനവൻ പറയും, അതെ. മാത്രമല്ല, നീ നിന്റെ ക്ലാസ്മേറ്റ്സിനെ പോലും വെട്ടിയെറിഞ്ഞു എന്ന് കേട്ടല്ലോ, അത് സത്യമാണോ? അതിന് കാഗുറ അവൻ തല താഴ്ത്തി 1 മിനിറ്റ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും.
അവൻ അവന്റെ സ്ക്വാഡ് വീശി ഒരുപാട് പേരെ അങ്ങനെ വെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണിക്കും. അതെ, ഞാൻ എൻ്റെ സ്ക്വാഡ് അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരെയും വെട്ടിയെറിയും. എനിക്ക് ആക്ച്വലി സ്ക്വാഡ് യൂസ് ചെയ്യാൻ പേടിയാണ്. കാരണം എനിക്ക് എൻ്റെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ വുഡൻ സ്ക്വാഡ് അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. ഇത് ആക്ച്വലി എൻ്റെ പേഴ്സണൽ പ്രോബ്ലം ആണ്. സോ നിങ്ങൾ ആരും ഇത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഓൾഡ് മിസ്സുകാകെ ഷീനോ ആങ്കോ അവരങ്ങനെ സമാധാനമായിട്ട് ഫുഡും വെള്ളമൊക്കെ അടിച്ച് ഹായായിട്ടിരിക്കും. അവരിപ്പോഴും അവരുടെ ഗ്രാമത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. മിസ്സുകാക പറയും, എനിക്കെപ്പോഴും എൻ്റെ ഗ്രാമം ഇതുപോലെ ശാന്തമായിട്ട് പോകുന്നത് കാണാനാണ് ഏറെ ഇഷ്ടം. ഉടനെ ആൻകോ ചോദിക്കും, ഹിഡൻ വാട്ടർ വില്ലേജ് അവരുമായിട്ടുള്ള എഗ്രിമെന്റിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ടില്ല അല്ലേ? ഇത് കേട്ട് മിസ്സുകായ്ക്ക് ആ ഒരു ടോപ്പിക്കുമായിട്ട് മുൻപോട്ട് സംസാരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അവർ നമ്മുടെ ആൾക്കാരോട് ഇപ്പൊ ഫുഡൊക്കെ കഴിക്കാൻ പറയും. അതിന് ഷിനോ വീണ്ടും വീണ്ടും കുത്തി കുത്തി അവളോട് അതിനെക്കുറിച്ച് ചോദിക്കും. അതിന് മിസ്സുകാക പറയും, ലാൻഡ് ഓഫ് വാട്ടറിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഞങ്ങളുടെ ഗ്രാമത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ടാണ് അവരുടേതായിട്ടുള്ള പല കാര്യങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. മാത്രമല്ല ലാൻഡ് ഓഫ് വാട്ടർ അത് മറ്റേതെങ്കിലും ഗ്രാമമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിച്ച് അവരെയും തങ്ങളുടെ അടിമകളാക്കി മാറ്റണം എന്നൊരൊറ്റ ചിന്തയിലാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരുടെ ഈ ഒരു റിക്വസ്റ്റ് സ്വീകരിക്കാൻ സാധിക്കാത്തത്. ഏത് നിമിഷവും ഉടനെ ആൻകോ പറയും, അങ്ങനെയൊന്നും ഉണ്ടായ ഉറപ്പായിട്ടും ലീഫ് വില്ലേജ് നോക്കിയിരിക്കില്ല, ഞങ്ങളും ആ പ്രശ്നത്തിൽ ഇടപെടും. ഉടനെ മിസ്സികാക നമ്മളിപ്പോ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് തല പോയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഈ ട്രിപ്പ് അത് അടിപൊളിയാക്കണം. നിങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് മിസ്സികാക ആളവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാർ അവർക്കാണെങ്കിൽ ഇപ്പോഴും നടന്ന സംഭവങ്ങളൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാഗുറ പറയും, ഒരു കാരണവശാലും ഒറ്റയ്ക്ക് എവിടേക്കും പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഡെങ്കി, നീ എവിടേക്കും പോകാനായിട്ട് പാടില്ല. അഥവാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നോട് പറയണം. ഗ്രൂപ്പായിട്ട് മാത്രമേ നമ്മളിനി പുറത്തേക്ക് പോകൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവരെല്ലാവരും ചേർന്ന് റൂമിലേക്ക് വന്ന് വളരെ ഹാപ്പി ആയിട്ട് കാർഡ്സൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആദ്യത്തെ മാച്ചില് ഡെങ്കി അവൻ അടിപൊളിയായിട്ട് കളിച്ച് ജയിക്കും. ഇവിടെ കളിയാണെങ്കിൽ അങ്ങനെ ആവേശം കൊണ്ട് കയറുമ്പോ ഇവാബെ അവരിപ്പോഴും ഒറ്റപ്പെട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ കളിയുടെ ആവേശമാണെങ്കിൽ കൂടി വരികയാണ്. കാഗുറയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. അവൻ ഇത്രയും നാളും മറച്ചു വെച്ചിരുന്ന അവന്റെ സന്തോഷം അത് മുഴുവൻ പുറത്തെടുത്ത് ഹായായിട്ട് കളിക്കുകയാണ്. ഇത്തവണത്തെ മാച്ചിൽ ഞാൻ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞ് അവർ പരസ്പരം ബെറ്റൊക്കെ വെച്ച് മാച്ച് മുൻപോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒത്തിരി നേരം അവർ സന്തോഷമായി കാർഡ്സൊക്കെ കളിച്ചു കഴിയുമ്പോൾ കാഗുറയ്ക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക അനുഭൂതി. ഗായ്സ്, നിങ്ങളാണ് ആക്ച്വലി എന്നെ ഇത്രയും ഹാപ്പി ആക്കിയത്. എനിക്ക് ഇതുപോലുള്ള ഗെയിംസ് ഒന്നും പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഈ ഗെയിംസ് ഒക്കെ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ നന്ദി പറയേണ്ടത് നിങ്ങളോടാണ്. ഉടനെ മീറ്റ്സിയ അവൻ ചോദിക്കും, അപ്പൊ നിനക്ക് ഈ ഗ്രാമത്തില് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? മുൻപ് കണ്ട ആ ഹാച്ചിയോ അവൻ നിന്റെ ക്ലാസ്മേറ്റ് അല്ലേ? അത് കേട്ട് കാഗുറ അവനങ്ങനെ തല താഴ്ത്തിയിരിക്കും. ആക്ച്വലി ഹാച്ചിയോയും ഞാനും ഒക്കെ ഒരേ ക്ലാസ്മേറ്റ്സ് തന്നെയാണ്. പക്ഷേ അവനിപ്പോഴും ഒരു മിസ്റ്റ് വില്ലേജിനെ പഴയ ബ്ലഡ് മിസ്റ്റ് വില്ലേജ് ആക്കി മാറ്റണം എന്ന ആഗ്രഹം മാത്രമാണ്. എന്നെ കൊണ്ട് ഒരിക്കലും അതുപോലെ മുൻപോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ഒരിക്കലും ഈ മിസ്റ്റ് വില്ലേജിനെ പഴയ ബ്ലഡ് മിസ്റ്റ് വില്ലേജ് ആക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് ഞങ്ങൾ പരസ്പരം പിരിഞ്ഞത്. എന്നെ കൊണ്ട് ഒരിക്കലും അവരുടെ ടീമിൽ ചേരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഇപ്പൊ അടുത്ത ഗെയിം അത് സ്റ്റാർട്ട് ചെയ്യും. കാഗുറ വീണ്ടും പറയും, ആക്ച്വലി എന്റെ ബോഡിയിൽ യാഗുറയുടെ ബ്ലഡ് തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കൺട്രോൾ ചെയ്ത് ഇതുപോലെ ആക്കി മാറ്റാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനെന്നെ സഹായിച്ചത് ഒരേ ഒരാളാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും ഇന്ന് അവരുടെ ടീമിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ടീമിൽ ചേർന്ന് വളരെ ബാഡായിട്ട് മാറിയാനെ. ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ? ബ്ലഡ് മിസ്റ്റ് വില്ലേജിലെ ആ ഒരു സ്റ്റോറി അതൊരു കാരണവശാലും ആരും മറക്കില്ല. എന്നെ കൊണ്ടും അത് ജീവിത അവസാനം വരെ മറക്കാൻ കഴിയില്ല. കാരണം എൻ്റെ ബോഡിയിൽ ഇപ്പോഴും ആ ബ്ലഡ് തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. യാഗുറയുടെ പാപം അതിപ്പോഴും എൻ്റെ തലയ്ക്കുമേലുണ്ട്. അതിന് ബാക്കിയുള്ളവർ പറയും, ഒരു കാരണവശാലും നീ അങ്ങനെ ചിന്തിക്കരുത്. അവർ ചെയ്തു വെച്ച പാവം അത് അവരോട് കൂടെ തന്നെ അവസാനിച്ചു. അതൊരു കാരണവശാലും നിന്റെ തലയിൽ വീഴില്ല. കാഗുറ, ആക്ച്വലി നിനക്ക് നല്ല മനസ്സാണ്. എന്നെ രക്ഷിക്കാനായി നീ ഓടിയെത്തിയപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായെന്ന് ഇപ്പൊ ഡെങ്കി പറയും. അങ്ങനെ വീണ്ടും അവരങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ച് കാർഡ്സ് കളിച്ച് ഇത്തവണ കാഗുറ അവൻ ഫസ്റ്റ് അടിക്കും. വിജയിച്ച സന്തോഷത്തിൽ തുള്ളിച്ചാടുമ്പോഴായിരിക്കും സാക്ഷാൽ സാറഡ അവൾ ഒരുപാട് ദേഷ്യത്തിൽ അവിടേക്ക് വരിക. അവൾ റോൾ കോൾ ചെയ്യാനായിട്ട് ബൊറൂട്ടോയെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ അവർ ഓരോ സ്റ്റുഡൻസിനും ഹെൽപ്പ് ചെയ്ത് കൊടുത്തും സപ്പോർട്ട് ചെയ്ത് കൊടുത്തും അവരുടെ കൂടെ തന്നെ നിൽക്കുകയാണ്.
ഉടനെ ചോച്ചിറോ ആളിപ്പോ കാകുരയോട് വന്ന് സംസാരിക്കുകയാണ്. കാകുര, നീ ആക്ച്വലി അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. നീ ഇത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയി അവരുടെ കൂടെ നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. കട്ട് ചെയ്താ ആ ഹാച്ചിയോയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ ബോസിന് മുൻപിൽ നിൽക്കുകയാണ്. ഉടനെ അവന്റെ ബോസ് ആള് ഫുൾ കലിപ്പിൽ പറയും, കാകുര അവനിപ്പോ മിസുഗായെ കാണാൻ പോയി കഴിഞ്ഞു അല്ലേ. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് അവന്റെ ബോസ് ഇപ്പോ അവന്റെ അടുത്തേക്ക് വരും. ഉടനെ അവന്റെ ബോസ് ആള് ഫുൾ കലിപ്പിൽ പറയും, കാകുര അവനിപ്പോ മിസുഗായെ കാണാൻ പോയി കഴിഞ്ഞു അല്ലേ. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് അവന്റെ ബോസ് ഇപ്പോ അവന്റെ അടുത്തേക്ക് വരും. ആ ബോസ് മറ്റാരുമല്ല, സാക്ഷാൽ ചീസുമ. അവൻ അത്രയും പറഞ്ഞ് അവന്റെ സ്ക്വാഡ് എടുത്ത് ആരെയോ വെട്ടി വീശും. അവിടെ മുഴുവൻ ചോര അതങ്ങനെ തെറിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.